ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞ വൈഫ് ഒന്ന് മറിഞ്ഞു വീണപ്പം കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിന് ബാക്ക് സൈഡിലുള്ളൊരു മലയുടെ മേളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടിനോട് സാദൃശ്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ഇത് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പുകളാണ്. അത് നമ്മൾ ഫൈനലി ചെന്ന് എത്തിച്ചേരുന്നത് ഒരു മലയുടെ മുകളിലാണ്. ഞാൻ ആ മലയുടെ മുകളിൽ എത്തിച്ചേർന്നു. എത്തിച്ചേർന്നപ്പോൾ അതിമനോഹരമായ നമ്മുടെ നാട്ടിലെത്തിച്ചേർന്ന ഒരവസ്ഥയാണ്. കാരണം പച്ച പുല്ലും അതിൻ്റേതായ ഭംഗിയും എന്ത് രസം! എന്താ വ്യൂ എന്ന് നോക്കണം. ഈ മലയുടെ മേളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ വ്യൂസ്. നമ്മുടെ നാട്ടിലെത്തിയ ചെന്ന ആ ഒരു രീതിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. പണ്ട് നാട്ടിലായിരിക്കുന്ന സമയത്തെ ഈ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി നമ്മൾ പോകുമല്ലോ. പശുവിന് പുല്ല് പറിക്കാനും ആടിനെ തീറ്റാനും ഒക്കെ പോകുമല്ലോ. അതേപോലെ അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പം വന്നത്. പുല്ലെല്ലാം അങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ഗ്രൗണ്ട് കിട്ടുവാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഓടിപ്പോയി ആ ഗ്രൗണ്ടിൽ 3 കമ്പൊക്കെ കുത്തി നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും അല്ലേ. അതിന് പറ്റിയ ഒരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ കയറി മേളിൽ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ വരാൻ പറ്റും. നല്ല രസമാണ് അത് കാണാൻ കേട്ടോ. അവിടുത്തെ മരങ്ങളൊക്കെ അതിമനോഹരമായ മരങ്ങളാണ്. ഇപ്പം ഞാൻ ഈ മരം കണ്ടപ്പോഴുണ്ടല്ലോ, ഇവിടെ അടുത്തൊരു മരം നിൽപ്പുണ്ട്. ആ മരം കണ്ടപ്പോഴുണ്ടല്ലോ, പ്രത്യേകിച്ച് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ മാങ്ങ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് പോലെ തോന്നി. കാരണം അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കി, അതാ ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു കാ പിടിച്ചിരിക്കുന്നു. ആ കാ എന്ത് കായാണെന്ന് എനിക്കറിയത്തില്ല. കൊല കുത്തി കിടക്കുവാണ്. മാങ്ങ പോലെ നമുക്ക് തോന്നും. അത്ര മനോഹരമാണ്. ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ ആൾക്കാർ പെറ്റ്സിനെയും കൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ നടക്കാൻ വരുന്നതാണേ. അവരിലേക്കിടയ്ക്ക് നടക്കും. ഈ ഏറ്റം കയറി നടക്കുന്ന കാരണം അവർക്ക് ആയുസ്സൊക്കെ ഒരുപാട് കൂടുതലുണ്ട്. കാരണം ഇതുപോലെ മലകൾ കയറി അവർ മുകളിലോട്ടും താഴോട്ടും ഒക്കെ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് കാരണം അവർക്ക് ആയുസ്സ് കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക്. ഇവർക്ക് എക്സസൈസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. ഉം. ആ പട്ടിക്കുട്ടി എന്ത് രസമായിട്ടിരിക്കുന്നത് നോക്കിയേ. എൻ്റെ മോൻ അതിൻ്റെ പുറകെ പോവാണ്. അതിന് കടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ അങ്ങനെയാണ്, ഇവിടുത്തെ ഡോഗ്സ് ഒന്നും കടിക്കാറില്ല. അവൻ അതിൻ്റെ പുറകെ പോയി കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 8 മണിയോളം ആകുന്നുണ്ട് കേട്ടോ. എന്നാലും സൂര്യൻ ഇവിടെ ഉദിച്ച് തന്നെ നിൽക്കുകയാണ്. ഇവിടെ സൂര്യൻ അസ്തമിക്കണമെങ്കിൽ 9, 9:30 ആവും. അപ്പോൾ ഇവിടെ നല്ല വെട്ടമൊക്കെ ഉണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ വീടുകളാണ് ഇവിടെ കാണുന്നത്. ഒരു സൈഡിൽ നിന്ന് ഈ മലയുടെ മുകളിൽ നിന്ന് ഈ ഏറിയ ഏകദേശം ഈ സിറ്റി ഏകദേശം ഫുള്ള് കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമാണ് കേട്ടോ. ഇതാണ് യുകെയുടെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പാർക്ക് പോലാണ്. അവിടെ ആൾക്കാർക്ക് വന്നിരിക്കാം, നടക്കാം, നമുക്ക് എൻജോയ് ചെയ്യാം. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. ഒരു രസകരമാണ് ഇവിടുത്തെ ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ. ഞാൻ പിള്ളേരെ രണ്ടിനെയും കൂടെ ഉണ്ടായി വന്ന്. രണ്ടെണ്ണം കൂടെ കിടന്ന് ഓട്ടവും ചാട്ടവും ബഹളമായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അവർ പതുക്കെ നടന്നു പോവുകയാണ്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമുണ്ടല്ലോ, ഈ തണുപ്പാവുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഉണങ്ങി കരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അതിനകത്ത് ഒരു തരി കരിയില പോലും ഇല്ലാതെ, ഒരു ഇല പോലും ഇല്ലാതെ ഇതിങ്ങനെ നിൽക്കുന്ന കാണാം. ഏഹ് ഇത് കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ കളറിലേക്ക് പോകും. മഞ്ഞ കളറിലോട്ട് പോയി ഇതിലെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകും. അപ്പം ഇപ്പം കാണുന്ന ആ ഭംഗിയൊന്നും അന്ന് കാണാനുണ്ടാവത്തില്ല. എല്ലാത്തിലും മഞ്ഞ് പിടിച്ച് ഇങ്ങനെ കിടക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലമൊക്കെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. ഞാനേ സൗദിയിലായിരുന്ന സമയത്ത് അവിടുത്തെ മണ്ണും അവിടുത്തെ രീതിയെന്ന് പറഞ്ഞാൽ വേറെ രീതിയായിരുന്നല്ലോ. ഗൾഫ് കൺട്രികളെല്ലാം മറ്റൊരു രീതിയല്ലേ. അവിടെ വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ മണൽ അങ്ങനെ ഒക്കെയുള്ള ഇതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യമേ ചിന്തിച്ച് എന്താണ് ഇവിടുത്തെ മണ്ണ് എങ്ങനെയായിരിക്കും, ഇവിടെ എന്തായിരിക്കും അവസ്ഥ. നമുക്കങ്ങനെ ഒരു ഒരു ഭൂഖണ്ഡം മാറി മറ്റൊരു ഭൂഖണ്ഡത്തിലോട്ടൊക്കെ വരുമ്പം അവിടെ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയില്ല. അങ്ങനെയൊക്കെയായിരുന്നു എനിക്കും. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ മണ്ണൊക്കെ കണ്ടിട്ട് ഞാൻ മണ്ണൊക്കെ ഒന്ന് മാന്തി നോക്കിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് തന്നെയാണ് ഇവിടെയുള്ളത്. എല്ലാം കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 മാസമേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ കൊടും തണുപ്പായി പോകും. അത് കാരണം ഒന്നും നടക്കത്തില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. മരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ചുമട് കണക്ക് ഇഷ്ടം പോലെ വലിയ വലിയ മരങ്ങളാണുള്ളത്. പിന്നെ കണ്ടോ ഈ സ്റ്റെപ്പിന് അവർ ചെയ്തേക്കുന്നത് കണ്ടോ, കൈവരി പിടിച്ച് നമുക്ക് ഇറങ്ങിപ്പോകാനും കയറി വരാനും വേണ്ടിയിട്ട് കൈവരിയൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴെങ്കിലും ചെയ്തേക്കുന്നതല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പണ്ടുള്ളവർ ബുദ്ധിയുള്ളവർ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. നമ്മളെ നാട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിൽ മലയോര പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇടുക്ക് വഴികളും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ.
അവിടെ ഇവിടെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അവർ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. വേസ്റ്റ് കുന്നു കണക്കിന് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അത് അവർ എടുത്തുകൊണ്ട് പോകും. ആഴ്ച ഒരു ദിവസം വെച്ച് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചവറ് പോലെ വാരിയിടും. ഇവിടെ അങ്ങനെയല്ല. പിന്നെ ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ പാമ്പുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പാമ്പുകൾ ഇല്ലെന്ന് പറയുന്നു, ഉണ്ടെന്ന് പറയുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പാമ്പില്ലെന്നാണ് കൂടുതലും കേട്ടിരിക്കുന്നത്. നമ്മളിവിടെയൊന്നും പാമ്പേ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങ് താഴെ വന്നിട്ട് അതിന് പാരലായിട്ട് മറ്റൊരു വഴിയുണ്ട്. അതിന് ഉള്ളിലൂടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് കയറിയാണ്. കണ്ടോ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ അതിന് തൊട്ടിപ്പുറത്തൊരു വലിയ മരം നിൽക്കുന്നു. വലിയ മരങ്ങളാണേ. ഇനി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ പോയി എപ്പോഴും ആൾക്കാർ ഇങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണിത്. ഒന്ന് സൈക്കിളും കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, അല്ല നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ഈ സ്ഥലങ്ങളിൽ ആൾക്കാരുണ്ടാവുമായിരിക്കും. രാത്രി വരെയൊക്കെ ഈ ഇരുട്ടാവുന്നത് വരെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നൊരു സ്ഥലമാണിത്. എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പതുക്കെ നടന്നു പോവാണ്. നടന്നു പോയപ്പോൾ മുമ്പിൽ ചെന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കനാലിൻ്റെ കരയ്ക്കൊക്കെ കാണുന്ന ആ ഒരു പ്രകൃതി, പുല്ലൊക്കെ കിടക്കുന്നത് കണ്ടോ, നല്ല രസമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇനിയും വരുന്നതായിരിക്കും.